മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം, അത് തുള്ളി തുള്ളി അകത്തു ചെന്നാൽ സ്വർഗലോകമാണടോ സ്വർഗലോകമാണ്. ശങ്കുവേ, നിന്നെ എവിടെല്ലാം തിരക്കിടാ? നീ എന്തുവാണ് ഇവിടെ നിന്ന് കാണിക്കുന്നേ? ആരാ? എടാ ഞാൻ മുട്ടായി മാമ നിനക്ക് ഓർമ്മയില്ലടാ. വാ ഇനി 10 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് വാങ്ങിച്ചു ഞാൻ. എനിക്ക് കുടിക്കണ്ടേ? അല്ല, നിനക്ക് എന്ത് സംഭവിച്ചു കുടിക്കാൻ വേണ്ടി? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമമല്ലേ ഉള്ളൂ. എന്ത് വിഷമോടാ? പലതരം വിഷമങ്ങളാ. പലതരം പറയടാ എന്നോട്. നീ എന്നോട് പറയടാ. അത് പറയണമെന്ന് ഫിറ്റായാലോ? അയ്യേ, ഇല്ല ഫിറ്റ് ആയിട്ടില്ല. പക്ഷെ ഇച്ചിരി അടിച്ചു ഞാൻ. എടാ നീ എന്തിനാ? എല്ലാ പൗരന്മാരും കഴിക്കുകയല്ലേ, സർക്കാരിന് വരുമാനമല്ലേ. ഈ മൈതാനത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുന്ന് വെള്ളം അടിച്ചാലേ പോലീസുകാർ പിടിക്കത്തില്ലൂടാ. അവര് പിടിക്കുന്ന എന്തിനാ? എനിക്ക് അവിടെ നിന്ന് അടിക്കാൻ പറ്റും, വാങ്ങിച്ചാൽ മാത്രം മതി. എനിക്ക് അടിക്കണ്ടേ? എടാ അടിക്കാൻ നിനക്ക് ബാറിപ്പോരുന്ന് അടിക്കണോടാ. അവിടെ ഭയങ്കര വിലയാ. ആ വിലക്ക് വില കൊടുത്ത് അടിക്കണം, അല്ലെങ്കിൽ ഈ അടിക്കാൻ പോയത് അല്ല നിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് അടിക്കണം. എനിക്ക് വേണ്ട, സാധനം നല്ല സാധനമാണ്. പക്ഷെ നമുക്കിത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്ന കള്ളുകുടിയന്മാരുടെ പ്രശ്നം ഇതല്ലേ. കള്ളുകുടിയന്മാരുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിൽ കൊണ്ടുവച്ച് അടിക്കണം. മുട്ടായ്മ കണ്ട വീട്ടിൽ അടിക്കത്തില്ല. ഇത് ഞാൻ എങ്ങനെ അടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ പണ്ടടിച്ചിട്ടുണ്ട്. അത് പറ. ഇപ്പൊ ഞാൻ അടിക്കത്തില്ല, കാരണം ഇത് ശരിയല്ല. ഒന്നാന്തര സാധനം. ശംഖു, നീ ഇനി ഇങ്ങനെ പോരുത്. ശംഖു കൃത്യമായി ജീവിതമുള്ളവനാ. എനിക്ക് ജീവിതം പോയി, നഷ്ടപ്പെട്ടത്. അല്ല, ഞാനിപ്പോ ഈ കിടത്തേണ്ടതിനെ കിടക്കുക. പക്ഷെ നിനക്ക് ജീവിതമുള്ളതാ. അതുകൊണ്ടല്ലേ ഞാൻ അടിക്കുന്നത്. മക്കളും ഭാര്യയുണ്ട്. നീ എന്തിനാണ് ഇത് അടിക്കുന്നത്? എന്ത് വേദന നിനക്ക്? വേദന എന്ന് പറഞ്ഞത് വിലക്കയറ്റവും പ്രശ്നങ്ങളും അല്ലേ. വിലക്കയറ്റവും പ്രശ്നത്തിന് വെള്ളം അടിച്ചാൽ മാറുകൂടാ. വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ വിചാരിക്കണം. നിനക്ക് ഇച്ചിരി കൂലി കൂട്ടി തരണം. അങ്ങനെയൊക്കെ അല്ലോ വിലക്കയറ്റം നിയന്ത്രിക്കുന്നത്. അതല്ല എനിക്ക് വേണ്ട. അടിച്ചിട്ട് നില്ല. എന്തായാലും അടി. എന്തായാലും നമ്മള് മെനക്കെട്ടില്ലേ, ഇവിടെ നിൽക്കുകയല്ലേ. പിടിച്ചാ പോലീസ് പിടിച്ചാ പോയിന്റ് വരും. എന്തായാലും പറഞ്ഞാൽ അടിച്ചിട്ട് നില്ല. ഇതിന്റെ ഒരു സുഖം അറിയണ്ടേ? എനിക്ക് വേണ്ട മോനെ. ഞാനിതെല്ലാം സാധനമാണ്. ഒറിജിനലാ. എത്ര ഒറിജിനൽ എന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. കാരണം ഞാനിതൊക്കെ നിർത്തിയവനാ. എന്റെ ജീവിതം ഈ പരുവത്തിൽ എത്തിയത് ഈ സാമാനം ഉള്ളത് കൊണ്ട്. അത് ശരി. ഈ സാമാനം കുടിച്ചാണ് ഞാൻ ഈ ജീവിതത്തിൽ ഒറിജിനൽ അത് തന്നെ. ഈ സാധനം കുടിച്ചാൽ ഞാൻ എന്റെ ജീവിതജനായത്. ഞാനിപ്പോ കടത്തന്നെ കിടക്കുന്നു. നിനക്കറിയോ, മദ്യപാനം ഒരിക്കലും ശരിയല്ല ജീവിതത്തിൽ. അതുകൊണ്ട് നീ മദ്യപിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ശങ്കുവേ, നീ ഇങ്ങനെ പോകരുത്. ഞാൻ പോകുന്നില്ല. ഇന്നത്തെ കടി അല്ല, ഞാൻ അടിക്കത്തില്ല. കഴിക്കുന്നില്ല. അല്ല, ഞാൻ അടിക്കത്തില്ല. ഇത് പോലീസുകാർ കണ്ടാലുണ്ടല്ലോ, അവർ തൂക്കിയെടുത്താൽ കൊണ്ടുപോകും. ഇത് പബ്ലിക് സ്ഥലമാണ്. ഒരുത്തരും കൊണ്ടുപോകും. പബ്ലിക് സ്ഥലമാടാ ഇത്. ഈ മൈതാനം പബ്ലിക് സ്ഥലമാണ്. ഇവിടെ പബ്ലിക് ആയിട്ട് അടിക്കുന്നത്. ഞാൻ പബ്ലിക് അല്ലേ? നീ പബ്ലിക് എന്ന് പറഞ്ഞ് നിനക്ക് ലൈസൻസ് ഉണ്ടോ ഇവിടെ നിന്ന് അടിക്കാൻ? ലൈസൻസ് ഒന്നും ഇല്ല. പൈസ കൊടുത്ത് വാങ്ങിച്ചാ ഞാൻ. പൈസ എടുത്ത് മേടിച്ചത് സർക്കാരിന്റെ പൈസ. സർക്കാരിന്റെ പൈസ എടുത്ത് മേടിച്ചെന്ന് പറയുന്നത് നീ ഇവിടെ കൊണ്ടിട്ടാണോ അടിക്കുന്നത്? നീ ഒന്നും പിടിപ്പീരേ. നീ പോ, എടുത്തോണ്ടല്ലേ കാശ് കൊടുത്ത് വാങ്ങിച്ചേ. കൊണ്ടുപോടാ. മദ്യപിക്കാൻ കാരണം എന്തോ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒറ്റപ്പെട്ടപ്പോ ഞാൻ ഒരു ഇച്ചിരി കഴിച്ചു പോയി. ഒരിക്കലും പബ്ലിക്കിൽ വന്നിരുന്ന് മദ്യപിക്കരുത്. കാരണം ഈ മദ്യപിച്ച് ഈ കുപ്പി എവിടെ നിങ്ങൾ കൊണ്ടിടുന്നത്? ഈ കാട്ടിക്കളയും. ആരെങ്കിലും ഈ കുപ്പികൾ പറക്കാൻ നിൽക്കുന്ന പാവങ്ങൾ ആരെങ്കിലും ഉണ്ട്, പറക്കിക്കൊണ്ടുപോകും. അവരെന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ആരെങ്കിലും ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇവന്മാര് ഇത് കുപ്പി പൊട്ടിച്ച് ഇവിടെ വാരി വിതറും. പാവങ്ങള് ആരെങ്കിലും ഈ മൈതാനത്തോട് നടന്നു പോയി കഴിഞ്ഞാൽ അവന്റെ കാലിലെല്ലാം പൊട്ടുക. കാരണം ചെരുപ്പുണ്ടെങ്കിലും ഈ കുപ്പിയുടെ ചില്ലുകൾ വന്നാൽ പൊട്ടുക. അപ്പൊ അതുകൊണ്ട് നീ ഒരു കാരണവശാലും ശംഖു, എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ഇങ്ങനെ പൊതുമധ്യത്തിൽ നിന്ന് അടിക്കരുത്. നീ എന്നല്ല, ആരും അടിക്കരുത്. അതിന് ബാറുണ്ട്, അല്ലെ വീടുണ്ട്, അവിടെ എവിടെങ്കിലും പോയി അടിക്കണം. അല്ല ഇങ്ങനെ അടിക്കരുത്. കാരണം ഇത് മോശമാണ്. പോലീസുകാർ പിടിക്കത്തില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഇങ്ങനെ വന്നിരുന്ന് മദ്യപിക്കരുത്. അത് സമൂഹത്തോടുള്ള ഒരു തീരുമാനമായിട്ട് നമ്മളതിനെ കാണണം.